ഫ്രണ്ട്സ് നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയുന്നത്, ഞാൻ രാവിലെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കുന്നതിന് വേണ്ടി കടയിലേക്ക് പോവുകയാണ്. അപ്പോൾ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് നിന്ന് ഒരു അമ്മയും മകനും നടന്നു വരുന്നുണ്ട്. എനിക്ക് പരിചയമുള്ളവരാണ്. എൻ്റെ ഏരിയയിൽ തന്നെ താമസിക്കുന്ന ഒരു അമ്മയും മകനുമാണ്. അവരൊരു സാധാരണ കുടുംബത്തിലെ അംഗങ്ങളാണ്. കർഷക തൊഴിലാളി ആണ് അവരുടെ ഭർത്താവ്. അങ്ങനെ ഞാൻ നടന്ന് അടുത്തെത്തിയപ്പോൾ നോക്കുമ്പോൾ ഇവരുടെ മുഖത്ത് എന്തോ ഒരു സന്തോഷമില്ലായ്മ, ഒരു ദുഃഖം ഇങ്ങനെ കളം കെട്ടി നിൽക്കുന്ന ഒരു മുഖഭാവമാണ് അവർക്ക്. മകൻ്റെ മുഖത്തും അങ്ങനെയാണ് തന്നെ. ഞാൻ ചോദിച്ചു, എവിടെ പോയിട്ട് വരികയാണെന്ന് വെച്ചു. അപ്പോൾ ആ അമ്മ പറഞ്ഞു, ഞാനിവിടെ ഒരു കോഴ്സിന് ചേർത്താൻ പോയിട്ട് വരികയാണ്. എൻ്റെ +2 ഒക്കെ പാസ്സായി, ഒരു കോഴ്സുണ്ട്, അതിന് ചേരാൻ വേണ്ടി പോയിട്ട് വരികയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേർന്നോ? ഇല്ല, ചേർന്നിട്ടൊന്നുമില്ല. അത് അവർ പറയുന്ന പണം കെട്ടിവെക്കാനുള്ള അവസ്ഥയിലല്ല ഞങ്ങളിപ്പോൾ. ഭയങ്കരമായ പൈസയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അതും ചേരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ അതാണ് അവരുടെ ദുഃഖത്തിൻ്റെ കാരണം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട സംഭവമല്ലത്. നമ്മുടെ സമൂഹത്തിൽ എല്ലായിടത്തും കാണുന്ന ഒരു പ്രവണതയാണിത്. പ്രത്യേകിച്ച് കർഷക തൊഴിലാളികളും അതുപോലെ തന്നെ ചുമട്ടുതൊഴിലാളികളും പിന്നെ മത്സ്യത്തൊഴിലാളികളുമായിട്ടുള്ള ആളുകളുടെ, സാധാരണക്കാരായ ആളുകളുടെ കുടുംബങ്ങളിൽ കാണുന്ന ഒരു അവസ്ഥയാണിത്. മക്കൾ പഠിത്തം പൂർത്തീകരിച്ച് +2 SSLC ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു കോഴ്സിന് ചേരാനായിട്ട് പോകുമ്പോഴാണ് പൈസയുടെ ഭീമമായ ആവശ്യം അവർക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ പെൺകുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, പെൺകുട്ടി ജനിച്ച് വളർന്ന് പഠിപ്പൊക്കെ കഴിഞ്ഞ് കല്യാണപ്രായം ആകുന്ന അവസരത്തിലാണ് പിന്നെ പണത്തിനായിട്ടുള്ള അവർ നെട്ടോട്ടം ഓടുന്നത്. പണം കണ്ടെത്താനുള്ള പല മാർഗങ്ങളും ആ സമയത്ത് അവർ അന്വേഷിക്കുകയും ഒന്നും കിട്ടാതെ വരുമ്പോൾ അവസാനം വീടിൻ്റെ ആധാരം കൊണ്ടുപോയി പണയപ്പെടുത്തിക്കൊണ്ട് പൈസ മേടിച്ചുകൊണ്ട് കല്യാണം നടത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ, സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങളിൽ ഉണ്ട് ഉള്ളത് നമ്മുടെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ സാധാരണക്കാരായിട്ടുള്ള ഈ തൊഴിലാളി കുടുംബങ്ങളൊക്കെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വരുമ്പോൾ എങ്ങനെ അത് തരണം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് എനിക്കിവിടെ പറയാനുള്ളത്. കാരണം നമ്മുടെ ആവശ്യങ്ങൾ സാമ്പത്തികമായി മുന്നേറുന്നതിന് വേണ്ടി പല മേഖലകളിലും ഞങ്ങളുടെ മുന്നിൽ തുറന്ന് വച്ചിരിക്കുന്നുണ്ട്. ആ പാതയിലൂടെ സഞ്ചരിക്കാനുള്ള അറിവ് അവർക്കാർക്കും ഇല്ല. അതുകൊണ്ട് സംഭവിക്കുന്ന ഒരു പോരായ്മയാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സാധാരണക്കാരായ ജനങ്ങളുടെ ഈ സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികളുടെ പഠിപ്പിന്, മകളുടെ വിവാഹത്തിന്, കല്യാണത്തിന്, ആ ഘട്ടത്തിൽ പഠിക്കാൻ പോകുന്ന ഘട്ടത്തിൽ പൈസ അന്വേഷിക്കാതെ, അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ കല്യാണം അടുത്തിരിക്കുന്ന അവസരത്തിൽ പോയിട്ട് പൈസ അന്വേഷിക്കാതെ വളരെ ചെറുപ്പത്തിൽ തന്നെ വ്യക്തമായൊരു പ്ലാനിങ്ങോടുകൂടി, സാമ്പത്തികമായ അച്ചടക്കത്തോടു കൂടി നല്ലൊരു പ്ലാനിങ്ങിലൂടെ നിങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഈ വക പ്രശ്നങ്ങളുണ്ടാകുകയില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ പല വഴികൾ തുറന്നെടുക്കുമ്പോൾ അതിലൊരു വഴിയെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. നമുക്കറിയാം, പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു മേഖലയാണ്. സെൻട്രൽ ഗവൺമെൻറ്
കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആദ്യകാലങ്ങളിലൊക്കെ പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞെങ്കിലും ഇപ്പോൾ സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഓഫീസിൽ പോയി കഴിഞ്ഞ് ആ പോസ്റ്റ് ഓഫീസിൽ പല പദ്ധതികളുണ്ടെങ്കിലും അതിൽ ഒന്നാണ് ഞാനിവിടെ പറയുന്നത്, RD റെക്കറിങ് ഡെപ്പോസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരത് ആവശ്യമായ അതിൻ്റെ പേപ്പർ വർക്ക് ചെയ്ത് മാസം തോറും നിങ്ങൾക്ക് എത്ര തുകയാണോ അടയ്ക്കാൻ പറ്റുന്നത് ഓരോ മാസവും അത്രയും തുക അടച്ചുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യം നേടാനായിട്ട് കഴിയും. ഏറ്റവും ചുരുങ്ങിയത് 100 രൂപയിൽ വരെ തുടങ്ങാമത്. അതിൻ്റെ കാലാവധി 5 വർഷമാണ്. 6.7% പലിശയുണ്ട്. അപ്പോൾ 100 രൂപ തുടങ്ങിക്കഴിഞ്ഞാലൊന്നും നിങ്ങൾക്ക് ഉദ്ദേശിച്ച നേട്ടങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിത ചെലവുകളെല്ലാം കഴിച്ചുകൊണ്ട് ഒരാൾക്കും 10 പൈസ സമ്പാദിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു 5000 രൂപ നിങ്ങൾ ഈ റെക്കറിങ് ഡെപ്പോസിറ്റിന് വേണ്ടി മാറ്റിവെക്കുക, നിർബന്ധമായി മാറ്റിവെക്കുക. അപ്പോൾ 5 വർഷം കാലാവധിയുള്ള സ്കീമിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ 5 വർഷം എന്ന് പറയുന്നത് 60 മാസമാണ്. അപ്പോൾ 60 × 5000 3 ലക്ഷം രൂപ നിങ്ങൾ അടയ്ക്കുമ്പോൾ അതിൻ്റെ പലിശ ഇനത്തിൽ നിങ്ങൾക്ക് 53,000 രൂപയോളം കിട്ടുന്നു. അങ്ങനെ മൊത്തം 3,50,000 രൂപ നിങ്ങൾ 5 വർഷത്തിന് ശേഷം നിങ്ങളുടെ കൈവശം വരുന്നു. ആ പണം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മകനെ ഏതെങ്കിലും കോഴ്സിൽ ചേരാം. അങ്ങനെ അവൻ്റെ ജീവിതം ഒരു നല്ല എയിമിലേക്ക് എത്തിച്ച് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും. അതിൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ നിങ്ങൾക്ക് കഴിയും ഇങ്ങനെയുള്ള പദ്ധതികൾ ചേർന്ന് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിൽ നിങ്ങൾ ഒരു 10,000 രൂപ നിങ്ങൾ ഈ RDയിലേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ 5 വർഷം കാലാവധി കഴിയുമ്പോൾ 50 × 60 നിങ്ങൾ അടയ്ക്കുന്നത് 6 ലക്ഷം രൂപയാണ്. അതിൻ്റെ പലിശ ഇനത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 1,13,000 രൂപയോളം നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ മൊത്തം 7,13,000 രൂപ നിങ്ങളുടെ കൈവശം വരികയും അങ്ങനെ ആ പൈസ കൊണ്ട് നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ച് അടുപ്പിക്കുന്നതിനുള്ള ഒരു തുക നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് കഴിയും. ആ തുക ഇന്നത്തെ സ്വർണത്തിൻ്റെ വില അനുസരിച്ച് ഒന്നിനും തികയില്ലെങ്കിലും എന്നാലും നമുക്ക് അതിൽ ഒരു മുതൽക്കൂട്ടായിട്ട് കണക്ക് ഈ സംഖ്യയെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സാധാരണക്കാരായ എൻ്റെ കൂട്ടുകാരെ, ചേട്ടന്മാരെ അല്ലെങ്കിൽ അമ്മമാരെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കോഴ്സിന് ചേരുന്ന അവസരത്തിൽ മാത്രം പൈസ കണ്ടെത്താൻ പോകാതെ, അല്ലെങ്കിൽ പെൺകുട്ടികളാണ് കല്യാണത്തിൻ്റെ അവസരത്തിൽ മാത്രം പൈസ അന്വേഷിക്കാതെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഒരു പദ്ധതിയിൽ ചേർന്നുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.